CPM വോട്ടുകൾ തനിക്ക് ലഭിക്കുമെന്ന അവകാശവാദവുമായി അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും CPM മുൻ നേതാവുമായ ജി സുധാകരൻ രംഗത്ത് വന്നു. മുമ്പുള്ളതിനേക്കാൾ ഭൂരിപക്ഷം തനിക്ക് ലഭിക്കും. ഓരോ വോട്ടും മുഖ്യമന്ത്രിയുടെയും എം വി ഗോവിന്ദിന്റെയും മുഖത്തേൽക്കുന്ന പ്രകരമാകാനും സാധ്യതയുണ്ടെന്നാണ് സുധാകരന്റെ പക്ഷം. 24 എക്സ്ക്ലൂസീവ്. അതിൽ പാർട്ടിയുടെ വോട്ട് കുറെ മൈനസ് ചെയ്താലും കുറെ പാർട്ടിക്കാർ നമുക്ക് ചെയ്യും. ഇവിടെ തന്നെ പാർട്ടിക്കാർ നമ്മൾ വേണമെന്ന് ഞാൻ പറയാം, അവരൊക്കെ ചെയ്യും. പ്ലസ് കോൺഗ്രസിന്റെ ഫുൾ വോട്ട് വരും, നിഷ്പക്ഷമതികളുടെ വരും. അപ്പം മുമ്പുള്ള ഭൂരിപക്ഷമൊന്നും ആയിരിക്കത്തില്ല, അതെനിക്ക് പ്രവചിക്കാൻ കഴിയുന്നില്ല. വിജയിപ്പിക്കുക, റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുക. അങ്ങനെ മുഖ്യമന്ത്രിയും സഖാവ് ഗോവിന്ദനും എനിക്കെതിരെ നേരിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന ഓരോ വോട്ടും അവരുടെ മുഖത്തേക്കുന്ന ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യമാണ്. LDF ബുക്ക് ചെയ്ത മതിലിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി സുധാകരന്റെ പോസ്റ്റർ പതിച്ചു. പോസ്റ്ററുകൾക്ക് മേൽ H സലാമിന്റെ പോസ്റ്റർ LDFും പതിപ്പിച്ചു. CPM പ്രവർത്തകർ പോസ്റ്റർ ഒട്ടിക്കുന്ന വീഡിയോ ജി സുധാകരൻ പങ്കുവച്ചു. അശ്വിൻ പാലാഴി ആലപ്പുഴ ചെയ്തതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരും. അശ്വിൻ, അമ്പലപ്പുഴയിൽ പോസ്റ്റർ യുദ്ധം നടക്കുന്നുണ്ടോ? അങ്ങനെ ഒരു പോസ്റ്റർ യുദ്ധത്തിലേക്ക് അമ്പലപ്പുഴ കടന്നിരിക്കുകയാണ്. ജി സുധാകരന്റെ വീടിന് സമീപത്താണ് നമ്മളിപ്പോൾ ഉള്ളത്, പറവൂര് ആ പ്രദേശത്ത്. അവിടെയാണ് ഇന്നലെ രാത്രിയോടുകൂടി ജി സുധാകരന്റെ പോസ്റ്റർ CPIM ബുക്ക് ചെയ്ത മതിലിൽ രാത്രിയോടുകൂടി ജി സുധാകരന്റെ അനുകൂലി UDF പ്രവർത്തകർ ഒട്ടിക്കുന്നത്. അത് ഇവിടെയാണ്, ഈ മതിലിലാണ്. അതിന് പിന്നാലെ ഇത് LDF മുൻകൂട്ടി തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ LDF മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്ന മതിലാണ്. അത് ഈ പോസ്റ്ററിന് പിന്നിൽ LDF ബുക്ക്ഡ് എന്ന് എഴുതിയിട്ടുമുണ്ട്. അതിലാണ് ജി സുധാകരന്റെ പോസ്റ്റർ പതിപ്പിച്ചത്. പിന്നാലെ രാത്രിയോടുകൂടി CPIM പ്രവർത്തകരെത്തി ആ പോസ്റ്ററിന് മുകളിൽ H സലാമിന്റെ പോസ്റ്ററുകളും അരിവാൾ ചുറ്റിക്ക നക്ഷത്രം ചിഹ്നവും പതിപ്പിക്കുകയായിരുന്നു. രാത്രിയോടുകൂടി ജി സുധാകരൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ മീഡിയ ഗ്രൂപ്പിൽ ഈ പോസ്റ്ററുകൾക്ക് മുകളിൽ H സലാമിന്റെ പോസ്റ്റർ CPIM പ്രവർത്തകർ ഒട്ടിക്കുന്ന വീഡിയോ സഹിതം പങ്കുവെച്ച് അവരുടെ പേരടക്കം പരാമർശിച്ച്. എന്തായാലും അതിൽ ധാർമ്മികമായ ഒരു പ്രശ്നം, അത് LDF ബുക്ക് ചെയ്ത മതിലിൽ ജി സുധാകരന്റെ പോസ്റ്റർ ഒട്ടിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരു പോസ്റ്റർ യുദ്ധം നടക്കുന്നു. ഒപ്പം പൊതുവേദികളിലെല്ലാം ഇപ്പോഴും CPIMനെയും മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും എല്ലാം ജി സുധാകരൻ കടന്നാക്രമിക്കുകയാണ്. ഇന്നലെ അദ്ദേഹത്തിന്റെ വാഹന പര്യടനം, മണ്ഡലം ചുറ്റിയുള്ള വാഹന പര്യടനം ആരംഭിച്ചിട്ടുണ്ട്. ആ വാഹന പര്യടനത്തിലാണ് 139 സീറ്റ് തോറ്റാലും ജി സുധാകരനെ വെറുതെ വിടരുതെന്നാണ് എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തവണ എങ്ങനെയും അമ്പലപ്പുഴ ജയിക്കണം എന്നുള്ള ഒരു കാര്യം അദ്ദേഹം UDF പ്രവർത്തകരെയും വോട്ട് ചെയ്യുന്ന ആളുകളെയും എല്ലാം ധരിപ്പിച്ചിരിക്കുന്നത്. ജി സുധാകരന് കിട്ടുന്ന ഓരോ വോട്ടും മുഖ്യമന്ത്രിയുടെയും എം വി ഗോവിന്ദന്റെയും മുഖത്തേൽക്കുന്ന ബുദ്ധിമുട്ടായി വരണം എന്നുള്ളതാണ് പ്രധാനമായും ജി സുധാകരൻ പറയുന്നത്. ഒപ്പം തന്നെ തോൽപ്പിക്കാൻ CPIMന് മരണവെപ്രാളമാണ് എന്ന് പറയുന്നു. ഒപ്പം ഇന്നലെ പങ്കെടുത്ത പരിപാടിയിൽ CPIM പ്രവർത്തകരടക്കം തനിക്ക് വേണ്ടി എത്തി എന്നുള്ളതാണ് ജി സുധാകരൻ അവകാശപ്പെടുന്നത്. CPIM വോട്ടുകൾ തനിക്ക് കിട്ടും എന്ന അവകാശവാദം കൂടി ജി സുധാകരൻ പങ്കുവെക്കുന്നു. മുമ്പുള്ളതിനേക്കാൾ ഭൂരിപക്ഷം കിട്ടും, അത് പ്രവചനാതീതമാണ് എന്നുകൂടി പറയുന്നു. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് ജി സുധാകരൻ ഉള്ളത്. അത് തന്നെ മുന്നോട്ട് വെച്ച് അദ്ദേഹം പോവുകയുമാണ്. നാളെ മുഖ്യമന്ത്രി അമ്പലപ്പുഴയിൽ എത്തുന്നുണ്ട്. പിണറായി വിജയൻ ജി സുധാകരന്റെ നാട്ടിലെത്തി അദ്ദേഹത്തിനെതിരെ പ്രസംഗിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് യോഗം കൂടി നാളെ അമ്പലപ്പുഴയിൽ നടക്കുകയാണ്. അതിനിടെയാണ് പോസ്റ്റർ യുദ്ധം കൂടി ഉണ്ടാവുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.